നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് മലബാറിലെ ക്ഷേത്ര സ്വത്തുകൾ പട്ടയം അനുവദിക്കുന്നതായി ആക്ഷേപം. മതിയായ രേഖകളോ പരിശോധനയോ ഇല്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഫയൽ ചെയ്ത WPC 8851/2020 അന്യായം പരിഗണിച്ച് ക്ഷേത്ര സ്വത്തുക്കൾക്ക് പട്ടയം അനുവദിക്കുന്നതിൽ 2021 ഡിസംബർ 15-നും 2023 മാർച്ച് 14-നും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പട്ടയക്കേസുകൾ ദേവസ്വങ്ങൾക്ക് നോട്ടീസ് നൽകാനും വാദം കേൾക്കാനും മതിയായ അവസരങ്ങൾ നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസ് 29-ന് വീണ്ടും പരിഗണിക്കും. 1951 മദ്രാസ് റിലീജിയൻ ആൻഡ് ചാരിറ്റബിൾ എൻവോൾവ്മെന്റ് ആക്ടിലെ സെക്ഷൻ 29 പ്രകാരമുള്ള പാട്ടങ്ങൾ മാത്രമേ അടിസ്ഥാന രേഖയായി സ്വീകരിക്കാവൂ എന്ന് കോടതി പ്രത്യേകം ഉത്തരവിട്ടിരുന്നു. ഇത് മാനിച്ചാണ് ക്ഷേത്രസ്വത്തുകൾ പതിച്ച് നൽകിയത്. എന്നാൽ ഇപ്പോൾ ചുമതലയേറ്റ ഉദ്യോഗസ്ഥർ ഇത് മറികടക്കുകയാണെന്നും ആക്ഷേപം. ഹൈക്കോടതി വിധിയെ മറികടക്കാൻ ലാൻഡ് ബോർഡ് പുറപ്പെടുവിച്ച കത്ത് അടിസ്ഥാനമാക്കിയാണ് ക്ഷേത്രസ്വത്തുകൾ തീരെഴുതി നൽകുന്നത്. ചിറക്കൽ ദേവസ്വം ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ ലാൻഡ് റവന്യൂ ബോർഡ് ഉത്തരവ് റദ്ദ് ചെയ്യുകയും നേരത്തെയുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പട്ടയം അനുവദിക്കാവൂ എന്ന് 19-ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. 1963 ഭൂപരിഷ്കരണ നിയമം 74-ാം വകുപ്പിൽ പ്രൊഹിബിഷൻ ഫോർ ഫ്യൂച്ചർ ടെനൻസികളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ഈ നിയമം വന്നതിന് ശേഷം രൂപീകരിക്കുന്ന കുടിയായ്മകൾ നിയമ സാധുതയിലില്ല. ഓരോ കേസിലെയും കുടിയായ്മകൾ നിയമം നിലവിൽ വന്നതിന് ശേഷം രൂപീകരിച്ചതാണോ മുമ്പ് രൂപീകരിച്ചതാണോ എന്ന് പരിശോധിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ ചില ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യമുള്ള കേസുകൾ ദേവസ്വത്തിന്റെ വാദങ്ങൾ കേൾക്കാൻ മതിയായ സമയം പോലും നൽകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നീക്കം.